അല്ലാഹു പറഞ്ഞു, അത് ഖുത്ബയുടെ അവസാനം പാരായണം ചെയ്യുന്നതാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ. തീർച്ചയായും അല്ലാഹു കൽപ്പിക്കുന്നത് വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ, നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും കുടുംബ ബന്ധമുള്ളവർക്ക് സഹായം നൽകുവാനുമാണ് അല്ലാഹു കൽപ്പിക്കുന്നത്. നോക്കൂ, ഖുത്ബയുടെ തുടക്കത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്നു, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. കുടുംബ ബന്ധത്തെ സൂക്ഷിക്കണേ. ഖുത്ബയുടെ അവസാനവും കേൾക്കുകയാണ്, വഈതാഇ ദിൽ ഖുർബാ, കുടുംബ ബന്ധമുള്ളവരെ സഹായിക്കണേ. എത്ര ഗൗരവത്തോടുകൂടിയാണ് അള്ളാഹുവിന്റെ മതം ഈ വിഷയം ചർച്ച ചെയ്തത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കുടുംബ ബന്ധം അത് പാലിക്കുന്ന വിഷയത്തിൽ നമ്മൾ എത്രയോ പിന്നിലാണെന്ന് ഗൗരവമായൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. തൗഹീദിനും നമസ്കാരത്തിനും സത്യസന്ധതയ്ക്കും സൽസ്വഭാവത്തിനും അങ്ങനെയുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളുടെ പ്രാധാന്യമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നതിന് അല്ലാഹു നൽകിയിട്ടുള്ളത്. മഹാനായ അംർ ഇബ്നു അൻബസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദഖൽതു അലൈഹി ബിമക്ക, ഞാൻ പ്രവാചകത്വത്തിന് ശേഷമുള്ള മക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന്റെ ആരംഭഘട്ടത്തിൽ അങ്ങനെ ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, മാ അൻത, താങ്കൾ ആരാണ്? അവിടുന്ന് പറഞ്ഞു, അന നബിയുൻ, ഞാൻ നബിയാണ്. ഫഖുൽതു വമാ നബിയുൻ. അപ്പോൾ ഈ സ്വഹാബി, ഈ മനുഷ്യൻ ചോദിക്കണം, അന്ന് സ്വഹാബിയല്ല, എന്താണ് നബി എന്ന് പറഞ്ഞാൽ? എന്താണ് നബി എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അർസലനി അല്ലാഹ്, അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നു, അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഇദ്ദേഹം ചോദിക്കുകയാണ്, വബി അയ്യി ശൈഇൻ അർസലക, എന്തുമായിട്ടാണ് താങ്കളെ അല്ലാഹു നിയോഗിച്ചിരിക്കുന്നത്? അന്നേരമദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അർസലനി ബിസിലത്തിൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നതിനു വേണ്ടിയാണ് എന്റെ നാഥൻ, എന്റെ റബ്ബെന്നെ നിയോഗിച്ചിരിക്കുന്നത്. അന്ന് നിസ്കാരം നിർബന്ധമില്ല, അന്ന് നോമ്പ് നിർബന്ധമില്ല, അന്ന് ഹജ്ജ് നിർബന്ധമില്ല, അന്ന് ഉംറ എന്ന കർമ്മമില്ല, അന്ന് അങ്ങനെയുള്ളതായ ഫർളുകളൊന്നും വന്നിട്ടില്ല. തുടക്കത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അർസലനി ബിസിലത്തിൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ ചേർക്കുക എന്നതിനു വേണ്ടിയാണ് എന്നെ അല്ലാഹു നിയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം പറഞ്ഞു, വകസ്രിൽ ഔസാൻ, വിഗ്രഹങ്ങളെ നീക്കം ചെയ്യുക, അതുപോലെ വഅയ്യുഹിദല്ലാഹു ലാ യുശ്രികു ബിഹി ശൈആ, അല്ലാഹുവിന്റെ ഏകത്വത്തെ പ്രഖ്യാപിക്കുന്നതിനും വേണ്ടിയാണ് എന്നെ അല്ലാഹു നിയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരൊറ്റ വചനത്തിലൂടെ കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടതാണ്. ഇനിയൊന്ന് ആലോചിച്ചു നോക്കൂ, ഞാനുമായി പിണങ്ങി നിൽക്കുന്ന, ഞാൻ മാറി നിൽക്കുന്ന എന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും കുറിച്ച് ആലോചിച്ചിട്ട് ഞാനും എന്റെ കുടുംബവും എന്റെ മക്കളും ഒന്നിച്ച് സ്വർഗത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയുമോ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് അവർ കുടുംബ ബന്ധം പുലർത്തുന്നത്? അവരിങ്ങോട്ട് സഹായിച്ചതുകൊണ്ട് അങ്ങോട്ട് സഹായിക്കാൻ വേണ്ടിയായിരുന്നോ? അവരുടെ സമ്പത്ത് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നോ ഈ ഉമ്മയും ബാപ്പയും മക്കളും സഹോദരങ്ങളും മാതാപിതാക്കളും കുടുംബ ബന്ധം പുലർത്തിയത്? അല്ലാഹു ആയത്തിന്റെ അവസാനം പറഞ്ഞു, വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്, ലോകങ്ങളെ പടച്ച അല്ലാഹുവിനെ ഭയന്നുകൊണ്ടാണ് വല്ലിപ്പാന്റെയും വല്ലിമ്മാന്റെയും അതുപോലെ തന്നെ കുടുംബക്കാരുടെ വീടുകളിലേക്ക് ഇവർ കയ്യിൽ പൊതിയുമായി കയറി ചെല്ലുന്നത്. വയഖാഫൂന സൂഅൽ ഹിസാബ്, ഒരു ചാൻമേലെ സൂര്യൻ ഉയർന്നു നിൽക്കുന്ന ആ പരലോകത്തിലെ അതികഠിനമായ വിചാരണയെ ഭയന്നുകൊണ്ടാണ് ഈ കുടുംബക്കാരന്റെ വീട്ടിലേക്ക് ഈ കുടുംബം കയറി ചെല്ലുന്നത് എന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കുടുംബക്കാരന്റെ വീട്ടിലേക്ക് കയറിയപ്പോ എന്റെ റബ്ബിനെ ഭയന്നുകൊണ്ട്, പരലോകത്തൊരു വിചാരണയുണ്ട്,
അതുകൊണ്ട് അന്ന് എന്റെ റബ്ബ് എന്നോട് കുടുംബ ബന്ധത്തെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്തു പറയുമെന്ന ഭയപ്പാടോട് കൂടിയാണോ ഇന്നേ വരെ കയ്യിൽ പൊതിയുമായി കുടുംബക്കാരന്റെ വീട്ടിലേക്ക് കയറി ചെന്നത്? അവനൊന്ന് മുഖം വീർപ്പിച്ച്, അവനൊന്ന് എതിർത്ത് പറഞ്ഞ്, അവൻ എന്തെങ്കിലും ഒന്ന് സംഭവിച്ച്, അവൻ ഏതെങ്കിലും നിലക്ക് നമ്മളോട് എതിര് നിന്നാൽ പിന്നീട് അവരുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന നമുക്കെങ്ങനെ കുടുംബത്തോടെ ആ സ്വർഗലോകത്തിൽ കയറുവാൻ കഴിയും എന്ന് ഗൗരവമായി ആലോചിക്കുക. മൂന്നാമതായി ആ കുടുംബത്തിന്റെ പ്രത്യേകത അല്ലാഹു പറയുന്നു, വല്ലദീന സ്വബറൂ ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ ക്ഷമയവലംബിച്ചവരാണവർ. വഖാമുസ്സലാത്ത്, കൃത്യമായി നമസ്കരിച്ചവർ. വഅൻഫഖൂ മിമ്മാ റസഖനാകും സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും ജീവിതത്തിൽ ധനം ചിലവഴിച്ചവരാണ്. വയദ്റഊന ബിൽ ഹസനത്തി സയ്യിആ ഉലൈക ലഹും ഉഖ്ബദ്ദാർ, തിന്മയെ നന്മ കൊണ്ട് തടഞ്ഞവരാണ് ആ കുടുംബം. അല്ലാഹുവിന്റെ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് മലക്കുകൾ ക്ഷണിക്കുന്നു, കയറി വന്നോളൂ. എല്ലാ മലക്കുകളും ക്ഷണിക്കുകയാണ്, കയറി വന്നോളൂ എന്ന് പറയുമ്പോ അതിലൂടെ കടന്നു പോകണമെങ്കിൽ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തണം. നിസ്കാരവും നോമ്പും കൊണ്ടൊന്നു മാത്രം രക്ഷപ്പെടില്ല. മനുഷ്യരോട് നമുക്ക് ബാധ്യതകളുണ്ട്, നമുക്കൊരുപാട് ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നിറവേറ്റിയാലല്ലാതെ നമുക്ക് യാതൊരു രക്ഷയുമില്ല. ഇവിടെ അല്ലാഹു പറയുന്നത് എന്താണ്? വല്ലദീന സ്വബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, അല്ലാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ ക്ഷമിച്ചവരാണ്. ഒരുപാട് പ്രതിസന്ധികൾ കടന്നുപോയപ്പോ, മക്കളുടെ രോഗം കൊണ്ട്, സാമ്പത്തികമായ നഷ്ടം കൊണ്ട് എല്ലാവരും ഒറ്റപ്പെടുത്തിയ സന്ദർഭങ്ങളിൽ, അങ്ങനെ പല നേരങ്ങളിലും നാം ക്ഷമ അവലംബിച്ചത്, അല്ലാഹുവേ പരലോകമുണ്ട് നാഥാ, അല്ലാഹുവേ പരലോകമുണ്ട്, അതുകൊണ്ട് ആ പരലോകത്ത് നീ എനിക്ക് പ്രതിഫലം നൽകണേ അല്ലാഹുവേ. ഞാൻ എന്റെ പ്രയാസങ്ങൾ ക്ഷമിക്കുകയാണ്, ഞാൻ എന്റെ പ്രതിസന്ധികൾ ക്ഷമിക്കുകയാണ്. നീ എനിക്ക് സാമ്പത്തികമായി തന്ന നഷ്ടത്തിൽ അല്ലാഹുവേ നിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ക്ഷമിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിന്റെ പരീക്ഷണ വേളകളിലെല്ലാം അല്ലാഹുവിന് വേണ്ടി ക്ഷമിച്ചവരാണവർ. അങ്ങനെയുള്ള കുടുംബമാണ്. വാപ്പാ, നിങ്ങൾ ക്ഷമിക്കീൻ, സ്വർഗമുണ്ട്, പരലോകമുണ്ട്. ഭർത്താവിനോട് പറയുകയാണ് നിങ്ങൾ ക്ഷമിക്കൂ, ഭാര്യയോട് പറയുകയാണ് നിങ്ങൾ ക്ഷമിക്കൂ, നമുക്കൊരു സ്വർഗമുണ്ടല്ലോ. ഈ പ്രയാസങ്ങളൊന്നുമില്ലാത്ത, ഈ ദുഃഖങ്ങളില്ലാത്ത, ഒരു വേദനയുമില്ലാത്ത സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിനു വേണ്ടി നമുക്ക് ക്ഷമിക്കാമെന്ന് പരസ്പരം രാത്രിയിൽ കൂടിയിരുന്നപ്പോൾ ചർച്ച ചെയ്ത കുടുംബത്തിനാണ് അല്ലാഹു സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വഖാമുസ്സലാ, നമസ്കാരം മുറ പോലെ നിർവഹിച്ചവർ. സുബഹി നമസ്കരിക്കുന്ന ബാപ്പ, ദുഹർ നമസ്കരിക്കാത്ത മക്കൾ, അസർ നമസ്കരിക്കാത്ത ഭാര്യ, ഇശാ നമസ്കരിക്കാത്ത ഉമ്മയും ബാപ്പയും, അങ്ങനെയുള്ള കുടുംബം സ്വർഗത്തിലേക്കില്ല. എല്ലാ നേരവും അവർ